ഇത് തന്നെ എന്റെ ഫ്രണ്ട് പറഞ്ഞത്. വി ഹെൽപ്പിലേക്ക് സ്വാഗതം. സർ വരൂ, മാഡം വരൂ. താങ്ക് യു. വരണം. Hi. You are Mr. Cletus? Yes. Myself, Fernandez. Sit, please sit. Glory Fernandez, my wife. I am Cletus Mathai, Ah. Managing Director, We Help. Oh, nice to meet you. Nice to meet you. Yes, how can I help you? അതിന് മുന്നേ ബിഫോർ കുടിക്കാൻ ടീ കോഫി സ്നാക്സ് ഒന്നും വേണ്ട. താങ്ക് യു സോ മച്ച്. വേണ്ട ഞങ്ങൾ രാവിലെ പ്രോട്ടീൻ ഷേക്ക് കഴിച്ചതാ. ഒന്നും വേണ്ട. ഓക്കെ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? അതെ, ഞങ്ങള് ബേസിക്കലി ഞങ്ങൾ ജർമ്മനിയിലാണ് സെറ്റിൽഡ്. ജർമ്മനിയിൽ എവിടെയാന്ന്? ജർമ്മനിയിൽ ബെർലിൻ കേട്ടിട്ടുണ്ടോ? ഓ പിന്നെ ജർമ്മനി. അയ്യോ, വന്നിട്ടുണ്ടോ? ഓ ജർമ്മനി നാവിന്റെ തുമ്പത്ത്. അത് ഓക്കെ, എനിവേ ലീവ് ഇറ്റ്. അത് എന്തോ ആയിക്കോട്ടെ. നമ്മൾ വന്ന പോയിന്റിലേക്ക് കിടക്കും. എന്താ മാറ്റർ പറയാ? എന്താ ഞാൻ ചെയ്യണ്ടേ? അപ്പൊ ഞങ്ങളുടെ കുടുംബ വീടിന്റെ കച്ചവടത്തെ സംബന്ധിച്ച് വി വോണ്ട് ടു കൺസൾട്ട് യു. അതിന് ക്ലീറ്റസ് തന്നെ മുൻകൈ എടുത്ത്, വി ഹെൽപ്പ് തന്നെ മുൻകൈ എടുത്ത് അന്ന് സെയിൽ ചെയ്താൽ ഞങ്ങൾക്ക് വലിയ ഉപകാരം. അതെ, യു വിൽ ഓൾസോ ബി ബെനിഫിറ്റഡ്. ഓക്കെ. എന്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് വി ഹെൽപ്പിനെ പറ്റിയിട്ട്. ഈ ഡീല് ചെയ്തു തരികയാണെങ്കിൽ നല്ലൊരു കമ്മീഷൻ ഞങ്ങൾ തരുന്നതായിരിക്കും കേട്ടോ. തരത്തില്ലേ? കമ്മീഷൻ അത് സെക്കൻഡറി ആണ്. നമുക്ക് ഫസ്റ്റ് അതിന്റെ കാര്യം നടക്കുക എന്നുള്ളതാണ്. നമുക്ക് എവിടെയാണ് വീട്? കവടിയാർ, ഹാർട്ട് ഓഫ് സിറ്റി. കവടിയാർ? അത് നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള വീടാണല്ലോ. അല്ല, ഈ നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള വീട് വിൽക്കാനായിട്ട് എന്തെങ്കിലും ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുമല്ലോ ഉണ്ടോ? വി ആർ ഫിനാൻഷ്യലി വെൽ ഓഫ്. അവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ എന്താണ് മിസ്റ്റർ ക്ലീറ്റോ, നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്ന പോലെ ഈസി ആയിട്ട് ഇത് വിട്ടു പോകത്തില്ല. മാഡം, എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നിങ്ങൾ സാറ് നിസ്സാരം അങ്ങ് തീർത്തരും. ഇല്ല സാറേ, അങ്ങനെ എത്ര പ്രശ്നം തീർത്തിരിക്കുന്നു. എന്നാലും പറയൂ, എങ്ങനെയാ അതിന്റെ? എന്താണെന്ന് വെച്ചാല് ഞങ്ങള് ജർമ്മനിയിലാണല്ലോ. അപ്പൊ ഈ ഇത്രയും വലിയ വീട്ടിൽ അമ്മച്ചി ഒറ്റയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അമ്മച്ചി കുടുംബ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നല്ലോ. ഇനീഷ്യലി അമ്മച്ചി ഞങ്ങളെ 3-4 ദിവസം കൂടുമ്പോ വിളിക്കുമായിരുന്നു. പിന്നെ ആഴ്ചയിൽ ഒരിക്കലായി, മാസത്തിൽ ഒരിക്കലായി, അങ്ങനെ വന്ന് വിളിയേ ഇല്ലാതായി. പിന്നെ വിളിയില്ലാണ്ടായി. പിന്നെ വല്ലപ്പോഴും വിളിച്ചെങ്കിലായി. അപ്പോ ഈ അമ്മച്ചിയുടെ വിളി കാണാൻ നിങ്ങൾ തിരിച്ച് അമ്മച്ചിയെ വിളിച്ചില്ല? ഞങ്ങള് വിളിച്ച അമ്മച്ചി ഇന്ന് വിളിക്കുന്ന ആളെ വിളിക്കുമെന്ന് കരുതി ഞങ്ങൾ ഇരിക്കുകയാണല്ലോ. മാത്രമല്ല ക്ലീറ്റ, ഞങ്ങൾ ഭയങ്കര ബിസി അല്ലേ? വെരി ബിസി പീപ്പിൾ. ലോട്ട് ഓഫ് ബിസിനസ് ഇൻ ജർമ്മനി, യു നോ. അപ്പൊ അമ്മച്ചി നിങ്ങളെ വിളിക്കുക, അതായിരുന്നു പതിവ്. നിങ്ങൾ അങ്ങോട്ട് വിളിച്ചിട്ടേ ഇല്ല? വെരി ഗുഡ്. എന്നിട്ട് ഇടോ, നമ്മുടെ ന്യൂസ് പേപ്പർ ബോയ് ഉണ്ടല്ലോ, ആ പത്രമൊക്കെ ഇടുന്ന പയ്യൻ, അവൻ സ്ഥിരമായിട്ട് ഒരാഴ്ച ശ്രദ്ധിച്ചു ന്യൂസ് പേപ്പർ എന്നും കൊണ്ടിടുന്നുണ്ട്, പക്ഷെ അകത്തോട്ട് ആരും എടുത്തോണ്ട് പോകുന്നില്ല. ആ മുറ്റത്ത് നിറയെ ന്യൂസ് പേപ്പേഴ്സ് ആയി അങ്ങനെ കിടക്കുവാ. അങ്ങനെ വന്ന് സംശയം വന്നായി ഇവൻ നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി ആ ജനലും കഥയൊക്കെ എങ്ങനെയോ തുറന്ന് നോക്കിയപ്പോൾ സോഫയില് അമ്മച്ചി മരിച്ചു കിടക്കുന്ന സീനാ കാണാൻ പറ്റി. ഇറ്റ് വാസ് എ ഹാർട്ട് അറ്റാക്ക്. ഭഗവാനെ. അപ്പൊ അമ്മച്ചി മരിച്ചു. കിടക്കുമായിരുന്നു അല്ലേ? പക്ഷെ യുനോ ക്ലീറ്റോ, ഞങ്ങളെ ഫ്യൂണറലൊക്കെ നല്ല അടിപൊളിയായിട്ട് നടത്തി, അമ്മച്ചിയുടെ ഇഷ്ടപ്രകാരം എല്ലാം ചെയ്തു. അതിലൊന്നും ഞങ്ങൾ ഒരു കുറവും വരുത്തിയില്ല. തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന VIP, രാഷ്ട്രീയം, സിനിമ എന്ന് വേണ്ട എല്ലാവരും അമ്മച്ചിയെ ഞങ്ങളെയൊക്കെ കാണാൻ വന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ ഞങ്ങളുടെ തിരുവനന്തപുരത്തെ ഹോൾഡ് എത്രയാണ്. മരിച്ചു കഴിഞ്ഞിട്ട് എന്തെന്ന് ചെയ്തിട്ട് എന്നാ വേണ്ട? ഇതെല്ലാം കാണാ ഓറുണ്ടാടാ. എന്നിട്ട് എന്തായി? പിന്നെ എന്നിട്ട് ഞങ്ങൾ ആ വീട് ഒരു പാർട്ടിക്ക് വാടകയ്ക്ക് കൊടുത്തു. ഇനീഷ്യലി അവര് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അതായത് അമ്മച്ചി മരിച്ച വീടാണല്ലോ, അപ്പോ ചില ഗോസ്റ്റ്ലി പ്രസൻസ്, സിനിമകളിലൊക്കെ കാണുന്ന പോലെ പ്രേതബാധ, അമ്മച്ചിയുടെ ആത്മാവിനെ ചുറ്റിപ്പറ്റി ചില ഇമേജസും ചില ശബ്ദങ്ങളും ഒക്കെ കേട്ടതായിട്ട് അവർ പറഞ്ഞു. ഞങ്ങൾ ആദ്യം അത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷെ പിന്നീട് വന്ന 2ാമതും 3ാമതും വന്ന കൂട്ടരും ഇതേ കംപ്ലൈന്റ് തന്നെ ഞങ്ങൾ കൊടുത്തു. അവർക്കും ഇതേ പ്രശ്നങ്ങൾ, ഇതേ സിമിലർ പ്രോബ്ലം ദേ ആർ ഓൾസോ ഫേസിംഗ്. അവിടുന്ന് വാടകക്കാർക്കെല്ലാം ഈ അമ്മച്ചിയുടെ ശബ്ദവും അമ്മച്ചിയുടെ രൂപവും ചെയ്തു എന്നാണ്. എക്സാക്ട്ലി, അതാണ് പ്രശ്നം.
That's the reason why we want to sell it as early as possible. You know? ഓക്കെ പിന്നെ ക്ലീറ്റോ കണ്ടപ്പം ഒരു പുരോഗമനവാദിയാണെന്ന് തോന്നുന്നു. ക്ലീറ്റോക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ലല്ലോ അല്ലേ? നമുക്ക് എന്ത് പ്രേതം, എന്ത് ഭൂതം, എന്ത് പിശാച്, നമ്മൾ ദിവസം ഇതുമാതിരി പ്രേത ഭൂത പിശാചുക്കളുടെ കൂടെ അല്ലേ നമ്മൾ അപ്പോ ഒരു കാര്യം ചെയ്യാം, നമുക്കിത് വിൽക്കാം. നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു. അതിനു മുമ്പ് എന്റെ മനസ്സിൽ തോന്നിയൊരു സജഷൻ ഐ വോണ്ട് ടു ഷെയർ വിത്ത് യു. ഇത് കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ആരെങ്കിലും ഒക്കെ താമസിപ്പിച്ച് അവിടെ ചുറ്റുവട്ടത്തുള്ള ആളുകളെയും ഇതിനോട് ബന്ധപ്പെട്ട ആളുകളുടെ എല്ലാം കോൺഫിഡൻസ് നമുക്ക് ഗെയിൻ ചെയ്യണം. അതിനുള്ള ഇനിഷ്യേറ്റീവ് ക്ലീറ്റസ് മുൻകൈ എടുത്ത് ചെയ്യണം. നിങ്ങൾ പറഞ്ഞു വരുന്നത് ആ വീട്ടിൽ കുറച്ച് ദിവസം ആള് താമസിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരുടെ ഇടയിലുള്ള ആ ഒരു സംശയവും ആ ഒരു പേരുദോഷവും ഒക്കെ മാറി കിട്ടും. അടുത്ത് താമസിക്കാൻ ഒരാൾ ധൈര്യമായിട്ട് വരരുത്. ആരെങ്കിലും കുറച്ച് ദിവസം താമസിച്ച് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഐ തിങ്ക് ഈസി. നോ ക്ലീറ്റോ, ഈ എക്സ്ട്രാ എഫേർട്ട് ഇടുന്നതിന് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് 50,000 rupees എക്സ്ട്രാ തരുന്നതായിരിക്കും. ഹാപ്പി അല്ലേ? സാറിന് പിന്നെ അതൊന്നും നമുക്ക് കാര്യം നടക്കുക എന്നുള്ളതാണ്. പണിയെടുത്ത പൈസ തരണം. ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇത് ഏറ്റെടുത്തു. വി ഹെൽപ്പ്, നിങ്ങളുടെ വീട് വിറ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, വെരി നൈസ്. അപ്പോ അതിനുവേണ്ടി ഞങ്ങളൊരു പ്രൊസീജിയർ ഉണ്ട്, ഞങ്ങളുടെ രജിസ്ട്രേഷൻ ഉണ്ട്. അതിലൊന്ന് ഫോം ഒന്ന് ഒരു സൈൻ ചെയ്താൽ മതി, ബാക്കി ഞങ്ങൾ ഫില്ല് ചെയ്തോളാം. പിന്നെന്താ, സാറിന്റെ ഒരു സൈൻ മേടിച്ചാൽ മതി. ഇവിടെ ഒരു സിഗ്നേച്ചർ. ബാക്കി പ്രൊസീജിയേഴ്സ് ഫോം ഫില്ലിംഗ് എല്ലാം ഞങ്ങൾ ചെയ്തോളാം. 1,000 rupees ഒന്ന് ഗൂഗിൾ പേ എന്ന് ചെയ്തിരുന്നാൽ മതി. ഓക്കെ, ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇനി അവിടെ ചാവി ആരുടെ കയ്യിലാണ്? ചാവി ഞങ്ങളുടെ ഒരു ബന്ധു, എന്റെ ഒരു കസിൻ ഉണ്ട്, വൺ മിസ്റ്റർ ജേക്കബ്, അദ്ദേഹത്തിനാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഐ വിൽ ഗിവ് യുവർ കോൺടാക്ട് ടു ഹിം ആൻഡ് ഐ വിൽ ഗിവ് ഹിസ് കോൺടാക്ട് ടു യു ഓൾസോ. ഓക്കെ, ജേക്കബുമായിട്ട് ബന്ധപ്പെട്ടാൽ ബാക്കി കാര്യങ്ങളെല്ലാം ക്ലിയർ. തീർച്ചയായും അങ്ങനെ ആയിക്കോട്ടെ. താങ്ക് യു സോ മച്ച്. നൈസ് ടു മീറ്റ്. കാര്യങ്ങൾ ഞാൻ മേടിച്ചു. ഹി വിൽ ടേക്ക് ദി ഇനിഷ്യേറ്റീവ്. ഓക്കെ, സാർ ധൈര്യമായിട്ട് തിരിച്ച് ജർമ്മനി പോകോ. താങ്ക് യു. വീട് വിറ്റ് പൈസ ഞാൻ അക്കൗണ്ടിലേക്ക് I look forward for that. Okay, nice to meet you. Nice. Okay. താങ്ക് യു സർ. Thank you. താങ്ക് യു മാം. ശർമ്മള, എന്താ സർ? ഇതുമാരത്തെ കുറെ നല്ല ക്ലയൻസ് വന്നെങ്കിലുണ്ടല്ലോ, നമ്മുടെ സ്ഥാപനം പച്ച പിടിച്ച് അങ്ങ് മുകളിലോട്ട് പോകും. പിന്നെ അല്ലാണ്ട് ഏട്ടാ, ആ പൈപ്പിന്റെ ചോട്ടിൽ കൊണ്ടുപോയി അതൊന്ന് കഴുകിയിരുന്നെങ്കിലോ. നനച്ചെടുത്തിരിക്കുക അല്ലെങ്കിലേ അത് അവിടെ ഇട്ട് അവിടെ അത്രയും വൃത്തികേടാക്കി. മണ്ണല്ലേടി, ഇത് അങ്ങോട്ട് എടുത്തിട്ടാ പോരെ. നമുക്ക് ഇടണേ, ഞാൻ ഇട്ടോളാം. ആ ഇടണം. ഓ, നീ അത് ഏട്ടൻ എന്റെ അടുത്ത് കൽപ്പിക്കരുത്. ഞാൻ കൽപ്പിക്കുന്നില്ലേ. ഇത് പോയിട്ട് പെട്ടെന്ന് വന്നാ. ഞാനേ 2 ക്ലയന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അതും ഒരു സാധനം ഇവിടെ വെച്ച് പറഞ്ഞു, ഒരു ആപ്ലിക്കേഷൻ കോർപ്പറേഷനിൽ കൊടുക്കാം. രാവിലെ പോകുമ്പോ അതൊക്കെ ഓർത്തെടുക്കണ്ടേ? ഓർത്ത് വെച്ച് പക്ഷെ പിന്നെ പെട്ടെന്ന് കൈവിട്ട് പോയി. അതല്ലേ. ഓ, പിന്നെ അളിയാ, നമ്മുടെ കെയർ ഓഫില് ഒരു വീട് കിടപ്പുണ്ട്. അത് വീടെന്ന് പറഞ്ഞാൽ പറ്റൂല, ഒരു ബംഗ്ലാവ്, ഒരു കൊട്ടാരം. ഓ, അപ്പൊ അത് വിൽപ്പനയ്ക്ക് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതാണ് സംഭവം. അപ്പൊ കുറച്ച് ദിവസം വേണമെങ്കിൽ അവിടെ താമസിക്കാം. ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലെ പോലീസുകാരും എല്ലാം വന്നിട്ട് വീട് കിട്ടാതെയോ ആർക്കെങ്കിലും ക്വാർട്ടേഴ്സ് ഇല്ലാതെയോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ വേണമെങ്കിൽ താമസിച്ചോളാം. പറ, നമ്മളെ ഇതിൽ പിള്ളേരുടെ നീ അതൊന്നും നോക്കണ്ട. കുറച്ച് ദിവസം താമസിക്കുന്ന കച്ചവടമായി പോണതിനകത്ത് വന്ന് താമസിക്കണേ അത്യാവശ്യം. ആദ്യമായിട്ടാണ് അങ്ങനെ കേൾക്കുന്നത്. വാടകയ്ക്ക് വീടിട്ട ആള് അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഇപ്പൊ വാടക വേണ്ടാന്ന് പറഞ്ഞ് കൊടുക്കാൻ ഒരു വീട്, അതൊന്നും അങ്ങനെ ഒരു ഡിസ്കൗണ്ട്. വാടക വേണ്ടേ? വാടക വിട്, അത് ഞാൻ ചോദിച്ചില്ല. താമസിച്ചോളന്നല്ലേ പറഞ്ഞോളൂ, വാടക എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. തൽക്കാലം പോലീസുകാർക്ക് വേണ്ടേ, അവർക്ക് വീടും കൂടിയൊക്കെ ഉണ്ട്, കോട്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. എടേ, അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, അപ്പോൾ ഒരു ഗവൺമെന്റ് ബംഗ്ലാവ് വിൽക്കാനായിട്ട് നമ്മളെ കസ്റ്റഡിയിൽ വന്നിട്ടുണ്ട്. വലിയ വീട്. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ ആലോചിച്ച് എന്തായാലും ഇനിയിപ്പം നമ്മൾ DDT പാർട്ടിയും പരിപാടികളൊന്നും ആയിട്ടൊന്നും അങ്ങനെ മുന്നോട്ട് പോക്ക് ഉടനെ കാണൂലല്ലോ. അപ്പോൾ നമുക്കൊന്ന് ഒത്തുകൂടിയാലോ? അളിയന്റെ ഈ പറച്ചിൽ കേട്ടിട്ട് ഒരു എന്തോ ഒരു പന്തിയേട് എനിക്ക് തോന്നുന്നു. എന്ത് പന്തിയേട്? എനിക്ക് അങ്ങോട്ട് ഒരു അളിയന് ഒരു വലിയ വീട് നമുക്ക് ഇങ്ങോട്ട് തരിക, അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഉണ്ടാ എനിക്കും തോന്നി
എന്ത് വെറുതെ വീട് തീർക്കാന്ന് വെച്ചാ വെറുതെ അല്ല, ആ വീട് വിൽക്കാൻ പോണ് എന്നെ ഏൽപ്പിച്ചിരിക്കണം. ഞങ്ങളുടെ വി ഹെൽപ്പിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് വിറ്റ് കൊടുക്കാൻ. അപ്പം ഞാൻ ആലോചിച്ച് നമുക്ക് ഇത്രയും വലിയ വീട്ടിലൊക്കെ പെട്ടെന്ന് പോയി നമുക്ക് അങ്ങനെ താമസിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആദ്യം കരുതി കുടുംബമായിട്ട് പോയി താമസിക്കുന്നു. പിന്നെ ആലോചിച്ചു കുടുംബമായിട്ട് താമസിച്ചാൽ അത് അങ്ങോട്ട് ആ ഒരു സുഖം കിട്ടൂല. അപ്പം ഞാൻ നിന്നെയൊക്കെ കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഒരു ദിവസം അവിടെ അങ്ങ് കൂടിയാ നമ്മളെ പഴയ രാഷ്ട്രീയ ഓർമ്മകളൊക്കെ അയവിറക്കി ഒരു രാത്രി നമുക്ക് അങ്ങ് അടിച്ചു പൊളിക്കാം. അത്രേ ഉദ്ദേശിച്ചുള്ളൂ, അല്ലാതെ വേറൊന്നും അല്ല. പരിപാടിയൊക്കെ കൊള്ളാലെയാ. എനിക്കും ചെറിയ ആഗ്രഹമൊക്കെ ഉണ്ടോ, ഒന്ന് റിലാക്സ് ചെയ്യുന്ന നല്ലതാണ് വല്ലപ്പോഴും. ആ ഇനി എപ്പോഴാണ് സാറേ, ഇനിയൊക്കെ എന്തോന്ന് ഇന്നാ നാളെ എന്ന് പറഞ്ഞ് ഒക്കെ ഉള്ള. അപ്പൊ അതുകൊണ്ട് ഉള്ള സമയം നമുക്ക് അടിച്ചു പൊളിക്കാം. എന്ത് പറയുന്നു? പക്ഷെ വേറൊരു കാര്യം ഉണ്ടല്ലേ, എന്തായാലും 5ന്റെ പൈസ ഇല്ല. അതേ നേരത്തെ പറയാം. നിന്റെ അടുത്ത് പൈസ ഞാൻ ചോദിച്ചാ? ഇല്ലല്ല, പൈസ ഒന്നും ഞാൻ ചോദിച്ചില്ലല്ല. അതൊന്നും വേണ്ട, ഫുൾ ചെലവ് ഞാൻ. ഇത് പിന്നെ നമുക്ക് പോവാം കേട്ടാ. എന്ത് പറയുന്നു നടരാജ? നോക്കാം. ആ പിന്നെ ഒരു കാര്യം ചെയ്യാം, കച്ചവടം നടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചില്ലറ നിങ്ങൾക്കും കൂടെ ഞാൻ തരാം. തരണമല്ലോ അല്ലേ? അത് അങ്ങനെ തരണമല്ലോ എന്നൊന്നും പറയണ്ട, ഇതെന്റെ വി ഹെൽപ്പ് വഴി വന്നൊരു കൊട്ടേഷനാണ്. അതിലൊരു നിങ്ങളും കൂടെ കൂടുമ്പോൾ ഒരു സന്തോഷം, അതിന്റെ ഇതിലൊരു തരാന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. നമ്മൾ ഇത്രയും കാലം അങ്ങനെ ആയിരുന്നല്ലോ. ഇത്രയും കാലത്ത് അങ്ങനല്ല ഇനി അങ്ങോട്ട്. ഇനി ഞാനൊരു സ്ഥാപനമായിട്ട് ഉത്തരവാദിത്തമായിട്ട് ഒരു സ്റ്റാഫിനെ വെച്ചിട്ട് ഞാൻ മുന്നോട്ട് പോകണതാണ്. വാടകയുണ്ട്, എനിക്ക് ശമ്പളമുണ്ട്, കറണ്ട് വാടക, അങ്ങനെ ഒരുപാട് ബാധ്യതകളുണ്ട്. ഇനി നിങ്ങളെപ്പോലെ കളിച്ചാൽ അങ്ങനെ പറ്റൂല. ഇതിപ്പോ എന്റെ ഒരു സ്നേഹം, സന്തോഷത്തിന് പുറത്ത് ഞാൻ തരും, എന്തെങ്കിലും ചില്ലറ തരും. കുഴപ്പമില്ലല്ലേ, എർത്ത് കാശ് കിട്ടിയാൽ മതി, ഞങ്ങൾ റെഡി. ഇല്ലടാ, കാശ് കിട്ടുകയാണെങ്കിൽ ഏത് സുഖവാസ കേന്ദ്രത്തിൽ എന്ത് കഷ്ടം അനുഭവിക്കണം ഞാൻ തയ്യാറാണ്. ഓഹോ, അത് ശരി. തിന്നാൻ കുടി കഴിക്കണം അത്ര കഷ്ടപ്പാടാണല്ലേ? അപ്പൊ അതെല്ലാം ഞാൻ കരുതിക്കോളാം. അപ്പൊ ഒരു കാര്യം ചെയ്യണം, ഞാൻ വൈകിട്ട് കറക്റ്റ് സമയം വിളിച്ച് പറയാം, മെസ്സേജ് ഇടാം. അത് കണക്കിന് നമുക്ക് ഒത്തുകൂടാം, നേരെ അവിടെ പോകുന്നു. ഫിക്സ്. ഓക്കെ. ശരി, അപ്പൊ ഇത് മറ്റേ ഹലോ. ഹലോ, നമസ്കാരം. ഞാൻ ജേക്കബ്. സാറ് പറഞ്ഞ ഫെർണാണ്ടസ് സാറ് പറഞ്ഞ അതെ, ഫെർണാണ്ടസ് എന്റെ കസിനാണ്. ഓ, ബന്ധു നിങ്ങളാണ് ഇവിടുത്തെ ആരും ഇല്ലാത്തപ്പോഴത്തേനും പുള്ളിയുടെ ആബ്സെൻസിൽ ഞാനാണ് ഈ വീട് ടേക്ക് കെയർ ചെയ്യുന്നത്. എന്നാ പിന്നെ താക്കോല് തന്നാലേ ഞങ്ങള്. താക്കോല്? ഒരു നിമിഷം മോനെ റൊണാൾഡേ, എന്തായാലും നമ്മുടെ ഒരു ആദ്യത്തെ സംരംഭമാണല്ലോ. അപ്പൊ നീ ഒരു ഫോട്ടോ എന്ന് എടുത്തേ, നമുക്കിത് ഓഫീസിലെ താക്കോൽ കൈമാറുന്ന ഒന്ന് സൂക്ഷിച്ച് അവിടെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്കാം, ഇങ്ങനെ കാണട്ടെ. ഓക്കെ അല്ലേ മോനെ? ഐശ്വര്യമായിട്ട് കയറി തുറന്നോ. അത് വേണ്ട, മച്ചമ്പി തന്നെ ഐശ്വര്യോട് തുറന്ന് കയറിയാൽ ഞങ്ങൾ ഈ പരിസരമൊക്കെ നോക്കാം. അതാണ് അതിന് ശരി. പിന്നെ അങ്ങനെ ആവട്ടെ. ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഒന്ന് വേഗം ചെല്ല് പോ. പൊളിക്കല്ലേ മെല്ലെ മെല്ലെ. നീ കരുതലി. അപ്പൊ സന്തോഷം. ഫെർണാണ്ടസ് അച്ചായൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നല്ലോ. ഞങ്ങൾ ഓഫീസിൽ ഒന്ന് വിശദമായിട്ട് ഇങ്ങനെ പറഞ്ഞു. ഇവിടുത്തെ ഇതിന്റെ വിലയും കമ്മീഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പ്രത്യേകതകളെല്ലാം എല്ലാ പ്രത്യേകതയും പറഞ്ഞു തന്നല്ലോ. കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, വിലയുടെ കാര്യം കമ്മീഷന്റെ കാര്യം. അതല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അതല്ലാതെ ഇവിടെ ശല്യമുള്ള കാര്യം പറഞ്ഞു. എന്തിന്റെ ശല്യം? കൊതുകിന്റെ ശല്യം ഉണ്ടെന്ന് പറഞ്ഞു, അതുള്ള കാര്യം. പിന്നെ തെരുവ് പട്ടിയുടെ ശല്യത്തിന്റെ കാര്യവും പറഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്നാ ഇറങ്ങാം. ഓ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ തൊട്ടടുത്ത് തന്നെയുണ്ട്. എന്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ. ഒന്ന് നമ്പർ ഇതിലോട്ടൊന്ന് ഞെക്കിയിട്ടെ. ഓ, അടിച്ചോ. ഇതാണ് എന്റെ നമ്പർ. ഓക്കെ, ഞാൻ ഒരു ചെറിയ ബെല്ലടിച്ചേക്കാം. ശരി, ഞാൻ വന്നല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. സേവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സന്തോഷം. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓക്കെ ജേക്കബ്, കാണാം. ഗുഡ് നൈറ്റ്. ഓക്കെ, കാണാം. ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു. അല്ലല്ലയാ, എന്തോ ഒരു വള്ളിക്കെട്ട് മണക്കുന്നല്ലേ? എന്ത് വള്ളിക്കെട്ട്? ആ ജേക്കപ്പ് പറഞ്ഞതിനകത്ത് അങ്ങോട്ട് ഒരു പൊരുത്തക്കേട്. ജേക്കബ് എന്ത് പറഞ്ഞു? എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിച്ചു. എന്താണ്? എന്താ അത്? ഇതിന്റെ അഡ്വാൻസിന്റെയും ഈ വിലയുടെയും പിന്നെ കമ്മീഷന്റെ ഒക്കെ കാര്യമായിരിക്കും. പിന്നെ വേറൊന്നുമില്ല, നമുക്ക് വീട് കാണാം, നീ വാ. എൻ്റെ അളിയൻ്റെ അടുത്ത് ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല. അളിയൻ്റെ മുഖം ഒന്ന് മാറിയാൽ എനിക്ക് അറിയാൻ പറ്റും
എന്തോ വള്ളിക്കെട്ടുണ്ട് ഇതിനകത്ത്, ഉള്ള കാര്യം തുറന്നു പറ, എന്നിട്ട് അകത്തോട്ട് കയറാം. അതെ, ആ, അവന്മാര് തൽക്കാലം അറിയണ്ട. റൊണാൾഡും നടരാജനും ആ, പ്രശ്നമൊന്നുമില്ല സാറേ. അതായത് ഈ വീടിന്റെ ഓണർ ഫെർണാണ്ടസ് ഉണ്ടല്ലോ, ഫെർണാണ്ടസിന്റെ അമ്മച്ചി ഇവിടെ കിടന്നാ മരിച്ചതേ. ആ, 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 അപ്പോ അമ്മച്ചി മരിച്ച പിന്നെ ഈ വീട് കുറെ നാൾ പൂട്ടിയിട്ടിരുന്നു. ആ. അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് വാടകക്കാർ വന്നു താമസിച്ചപ്പോ എന്തൊക്കെയോ ഈ അമ്മച്ചിയുടെ വർത്താനം കേൾക്കും പോലെയും അമ്മച്ചിയുടെ പ്രേതശല്യം, അത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. എന്ത് നമ്മള് രാഷ്ട്രീയക്കാർക്ക് എന്ത് പ്രേതം സാറേ? എന്റെ പൊന്നളിയ, ഈ ഇത്രയും വലിയ ചതി ഞങ്ങളുടെ അടുത്ത് കാണിക്കണ്ടായിരുന്നു. എന്റെ ആളി, എനിക്കിതൊക്കെ വലിയ പേടിയാണ്. ഇത് അറിഞ്ഞ് ഞാൻ വരത്തില്ലായിരുന്നു. ഈ മിണ്ടാതിരി. എന്തോന്ന്? നമുക്ക് നല്ലൊരു തുക പോക്കറ്റിൽ വരണതാണ്. എന്തായാലും പൈസ കിട്ടുമെന്ന് പറഞ്ഞ് ഉള്ള ആരോഗ്യം കളഞ്ഞിട്ട് പണിയെടുക്കാൻ പറ്റും. പിന്നെ അവന്മാര് നല്ല ധൈര്യത്തിൽ നിൽക്കാണ്. അവരെ ധൈര്യം കൂടെ അറിഞ്ഞില്ല സംഭവം. ഒന്നും പറയണ്ട തൽക്കാലം അവരോട്. നീ മിണ്ടാതെ നിൽക്കി. നമുക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് കച്ചവടമാക്കി കിട്ടാമെന്ന്. നല്ല തുക കിട്ടും. കാണാൻ നമുക്ക് കാണേണ്ട പോലെ. നീ ധൈര്യമായിട്ട് വാങ്ങി സാറേ, ഞാനില്ലേ കൂടെ. നീ പറയണം, വാങ്ങിക്കോട്ടെ. മിത്തം പ്രശ്നമാണ് അളിയ. ഒന്നുമില്ല. ഇവിടെ കൊള്ളാടെ, പരിസരം കൊള്ളാം. ഭയങ്കര സെറ്റപ്പ്. നല്ല തറവാട് വിടുവല്ലുണ്ട്. ഇല്ല സാറേ, ഇല്ല സാർ. നല്ല മനോഹരമായ വീടല്ലേ. ആ സാറേ, ഇതിന് ആളിനെ ഞാൻ തരും സാറിന്. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല സാറേ. പേടിയോ സാറേ? എൻ്റെ കൂടെ ഉള്ള ഒരു ജിന്നിനെയും ചാത്തനെയൊക്കെ ഒഴിപ്പിക്കുന്ന ആളുകളാണ്. അവർക്ക് പേടിയൊന്നും അങ്ങനെ ഒരു സംഭവം ഇല്ല. ആ, ഫുഡ് ഞങ്ങൾ പാഴ്സൽ വാങ്ങി വെച്ചിട്ടുണ്ട് സാറേ. ഇച്ചിരി കഴിഞ്ഞിട്ട് കഴിക്കും. ആ ഉവ്വ, ജേക്കബ് എല്ലാം വന്ന് പറഞ്ഞു. താക്കോലൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് സാർ. ഓ ആയിക്കോട്ടെ സാർ. ഓക്കെ, ഗുഡ് നൈറ്റ് സാർ. ഫെർണാണ്ടസ് മുതലാളി, വീടിൻ്റെ ഉടമസ്ഥൻ, എന്തായിന്ന് അറിയാൻ വേണ്ടി വിളിച്ചു. ഓഹ്, എന്താവാൻ. കാര്യം പറ. കക്കൂസിരിക്കുമ്പോ മുട്ടി. നീ മുട്ടിയിട്ടല്ലേ കക്കൂസി പോയത്? അതല്ല, പിന്നെ കക്കൂസിരിക്കുമ്പോ പുറത്തുനിന്ന് ആരോ ഡോറ് ടപ് 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 മുട്ടി. അല്ലയോ, നടരാജൻ എവിടെ? അപ്പുറത്ത് ആ റൂമിലുണ്ട്. എവിടെ? ഇവിടെ. ആ, നടരാജൻ ഇവിടെ. ഞാൻ മേലത്തെ കക്കൂസിലല്ലേ പോയേ. അത് വേറൊന്നുമല്ല, നമ്മള് പൊറോട്ടയും ബീഫും വാങ്ങിച്ചാൽ ആ ബീഫിന്റെ അതിൽ നിന്ന് എണ്ണ ഊറി വന്നതായിരിക്കും. അതിന്റെ മണമായിരിക്കും. അല്ല, തൈലത്തിന്റെ. എന്ത് തൈലം? എന്റെ അമ്മ തേച്ച് കുടിച്ച തൈലമുണ്ട്, കൊട്ടച്ചുക്കാതി. അതിനകത്ത് തൈലത്തിന്റെ മണം. നമ്മൾ 4 പേരും അല്ലാതെ ആരും ഇവിടെ ഉണ്ട്. നമ്മള് 4 പേരല്ലാതെ ഇവിടെ വേറെ ആര് വരാൻ? അല്ലയാ, ഇത് കാര്യം വിഷയമാണ്. ഈ ചുമ്മാ ഇരിക്കാൻ സാറേ, വെറുതെ തോന്നലാണ് ഇതൊക്കെ. എന്തോ തോന്നല്? പിന്നെ അല്ലാണ്ട് നിങ്ങൾ എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. അവിടെ ഇരിക്കും. വെറുതെ അതും ആവശ്യമില്ലാതെ അതും പറഞ്ഞ് കാര്യങ്ങളുണ്ട് ഇവിടെ. അച്ഛമ്മേ, നമ്മളൊന്നും ആരും അല്ലാതെ വേറെ ആരും ഉണ്ട് ഇവിടെ. ഉറപ്പാണ്. ഇവിടെ കുറേക്കടെ മൂട്. നീ ചുമ്മാ തുറന്നു പറ. എന്ത്? നിങ്ങൾ എന്താ ഒളിക്കുന്നേ? എന്ത്? എനിക്ക് വീട്ടിൽ പോകണം. ഞാൻ വീട്ടിൽ പോക്കോളാം. അച്ഛമ്മയ്ക്ക് രണ്ടൊരു കാവലുണ്ടല്ലോ, അവിടെ തങ്കച്ചേട്ടന് പിള്ളേർ ഒറ്റക്കോളി. ഞാൻ വീട്ടിൽ പോവാ. എന്നാ നീ പൊക്കോ. ഓ, അത് ഈ രാത്രി ഞാൻ എങ്ങനെ ഒറ്റയ്ക്കോ? എന്നെ അവിടെ വിട്ടിട്ട് നിങ്ങൾ പോരും. ഇവിടെ നിന്നെ കൊണ്ടുവിടാനൊന്നും ആരും വരില്ല. പിന്നെ ഒരു കാര്യം, നീ പോണെങ്കിൽ നേരെ കൊടുങ്ങാവളക്ക് പൊക്കോളണം. എന്റെ വീട്ടിലോട്ട് വരരുത്. എനിക്ക് പേടിയാ. എന്ത്? ഒന്നുമില്ല, ഒന്നുമില്ല, തോന്നലാണ് വെറുതെ ആവശ്യമില്ലാതെ. ഉണ്ടടാ, ഈ വീട്ടിൽ പ്രേതശല്യം ഉണ്ട്. ആ, ഈ വീടിന്റെ ഉടമസ്ഥന്റെ അമ്മ ഈ വീട്ടിൽ കിടന്നാണ് മരിച്ചത്. അവരുടെ ആത്മാവ് ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഏത് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. ചുമ്മാ അതൊന്നും പറയല്ലേ സാറേ. ഇടാ, നമ്മൾ എന്തിനാ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചതെന്ന് അറിയാമോ? അത് ഇവിടെ ആള് താമസിക്കുമ്പോൾ ഈ വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് നാട്ടുകാർ മനസ്സിലാക്കും. അപ്പൊ ഈ വീട് പെട്ടെന്ന് വിറ്റുപോകും. അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രമാണ് നമ്മുടെ ആലയം ചെയ്തത്. കൊലക്ക് കൊടുക്കാനല്ലേ കൊണ്ടുവന്നത്. ഇവിടെ ഇവൻ പറഞ്ഞ അങ്ങനെ ശല്യമൊന്നുമില്ല. ഇതൊക്കെ നിങ്ങളുടെ തോന്നലാണ്. മിണ്ടാതിരിക്ക്.
കറണ്ട് പോയത് ചപ്പി ഇൻവെർട്ടറുള്ള വീട്ടിൽ എങ്ങനെ കറണ്ട് പോരാ ചപ്പി? ഇൻവെർട്ടർ ആണെങ്കിൽ അത് ചാർജ് ഇല്ലാതെ ഇവിടെ ആളില്ലാത്ത വീടല്ലേ ചുമ്മാതെ മക്കളെ മക്കളെ ആ തൈലം ഇങ്ങത്താ വാട്ട് ഹാപ്പൻ? എന്താ ക്ലീറ്റസ് വരണമെന്ന് അത്യാവശ്യമായിട്ട് പറഞ്ഞു, എന്ത് പറ്റി? വാട്ട് ഹാപ്പൻ? ഇല്ല വരണമല്ലോ. വരണമല്ലോ അത് അതാ എന്താ പറ്റിയേ? വാട്ട് ഹാപ്പൻ? അതായത് ഇസ് ഇറ്റ് എവറിത്തിങ് ഓക്കെ? ഓക്കെയാണ്, പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ മുമ്പ് താമസിച്ചിരുന്ന ആൾക്കാരൊക്കെ അമ്മച്ചീനെ കണ്ടു എന്ന് പറഞ്ഞില്ലേ സാറിനെ? അമ്മച്ചീനെ താങ്കൾക്കും അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായല്ലേ? Is it? ഇന്നലെ ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായി. So you guys also going to quit? നിങ്ങൾ ഇവിടുന്ന് പോവുകയാണോന്നാ ചോദിച്ചത്. ഇല്ല, അങ്ങനെ അങ്ങ് പോകാൻ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ. അതെ അതെ അതെ. എന്താണ്? പറയാം. അൻസാറേ ആ സാധനം എടുത്തോളൂ. ജേക്കബ്, ഞാൻ അന്നേ പറഞ്ഞില്ലേ ഒരു പള്ളിയിലച്ഛനെ വിളിച്ച് വെഞ്ചരിക്കാനായിട്ട്. ഈ മെത്രാങ്കര് നല്ലോണം ഒന്ന് വെഞ്ചരിച്ചിട്ടുണ്ട് ഇവിടെ. ഇവിടെ മുന്നേ താമസിച്ചിരുന്നവരൊക്കെ അമ്മച്ചി ഇടയ്ക്ക് ഒന്ന് വർത്താനം പറയാറുണ്ടോന്നും അമ്മച്ചിയുടെ കുഴമ്പിന്റെ മണം കിട്ടാറുണ്ടോ എന്നൊക്കെ പറഞ്ഞിരുന്നില്ല അല്ലേ? നിങ്ങളും കേട്ടോ അത്? ഞങ്ങൾക്കും അനുഭവം ഉണ്ടായി. പക്ഷേ ഞങ്ങളോട് സംസാരിച്ച അമ്മച്ചി ഞങ്ങൾ കൈയോട് പിടികൂടി. അമ്മച്ചി ഇപ്പതേ ഈ കൂട്ടിനകത്തുണ്ട്. ഇതാണ് ഞങ്ങളോട് സംസാരിച്ച ബ്ലൂടൂത്ത് അമ്മച്ചി, ബ്ലൂടൂത്ത് സ്പീക്കർ. വാട്ട് നോൺസെൻസ് ഇസ് ദിസ്? ഇത് യെസ് നോൺസെൻസ്, നോട്ട് നോൺസെൻസ് അല്ല ഇത്. അതായത് ഇതിലൂടെയാണ് അമ്മച്ചി വർത്താനം പറയുന്നത്. പിന്നെ അമ്മച്ചിയുടെ ഈ കുഴമ്പിന്റെ ഒക്കെ മണം വരണമെന്ന് പറഞ്ഞില്ലേ? സെയിം സ്മെൽ. അമ്മ യൂസ് ചെയ്യുന്ന അതേ തൈലം അല്ലേ? ഇതൊക്കെ അപ്പൊ അമ്മച്ചി ഉപയോഗിക്കണ കുഴമ്പും അമ്മച്ചിയുടെ രീതികളും ഒക്കെ കൃത്യമായിട്ട് അറിയാവുന്നുള്ള ആരോ കരുതിക്കൂട്ടി ചെയ്തതാണ് ഈ സംഭവം. ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഇത് ഞങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയത്? ഞങ്ങൾ പറയണതിനേക്കാളും നല്ലത് ജേക്കബ് സാറ് പറയുന്നതായിരിക്കും നല്ലത്. ഞാനെങ്ങനെ പറയാനാ? എനിക്കൊന്നും അറിഞ്ഞൂടാ. എങ്ങനെ പറയണം? സാറ് ആവുകൊണ്ട് പറയണോ? അത് സാറിനല്ലേ അറിയൂ. എനിക്കറിഞ്ഞൂടല്ലോ. അറിഞ്ഞൂടെ ഞങ്ങള് പറയിപ്പിക്കും. അല്ല അല്ല എനിക്കറിഞ്ഞൂടാ. സാറേ, ജേക്കബ് സാറിന് ഇത് പരിചയമുണ്ടോ? ഇത് എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ? കാണൂല അല്ലേ സാർ? അറിയില്ല അല്ലേ? സാറിന് അറിയില്ല, പാവം. ഇത് പറയാം മാഡം. സാറേ, ഈ ജേക്കബ് ഇവിടെ വന്ന് താക്കോല് ഞങ്ങളെ തരണ സമയത്ത് ഒരു ഫോട്ടോ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ സാർ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ജേക്കബിന്റെ കയ്യിൽ കിടന്ന സാധനമാണ് ഇത്. സെയിം അല്ലേ? ജേക്കബ് കണ്ടോ? നോക്ക്. ജേക്കബിന്റെ തന്നെ അല്ലേ ഇത്? അല്ലാന്ന് പറയാൻ പറ്റുമോ? എന്ന് പറയട്ടെ. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? എന്റെ മാഡം, ഇതൊക്കെ മനസ്സിലാക്കാനേ വലിയ സയൻസും ടെക്നോളജി ഒന്നും വേണ്ട. ചോറ് തിന്നുന്ന സാമാന്യ ബുദ്ധി മതി ഇതൊക്കെ മനസ്സിലാക്കാൻ. എല്ലാ ഉടായ്പ ഒപ്പിച്ച് വെച്ചത് ഇവനാണ്. ഈ വീട്ടിനകത്ത് കിടന്ന് കിട്ടിയതാണ് സാറേ ഇത്. ഈ സ്പീക്കർ കൊണ്ട് വെച്ചതും ഈ സ്പ്രേ ചെയ്യണതും ഇവിടെ വന്ന് വാതിലി മുട്ടുന്നത് എല്ലാ തെമ്മാടിത്തരം കാണിച്ചത് ഇവനാണ്. ഇവൻ ജേക്കബ്, വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? ഞാൻ കേൾക്കുന്നതൊക്കെ സത്യമാണോ? Tell me the truth. ജേക്കബേ, ഇത് വാറന്ന് പറയണോ? അതെ അച്ഛാ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയിട്ടാണ്. എൻ്റെ ഒരു കുരുട്ട് ബുദ്ധിയിൽ തോന്നിയ ഒരു സൂത്രപ്പണിയാണ്. ഈ ഹോണ്ടഡ് ഹൗസ് ആയിട്ടൊക്കെ വരുമ്പോഴത്തേനും നാച്ചുറലി അതിൻ്റെ വില കുറഞ്ഞു പോകുമല്ലോ. അപ്പോൾ പിന്നെ
ആരും വാങ്ങിക്കാതെ വരുവാണെങ്കിൽ എനിക്ക് ഈ വീട് തന്നെ എനിക്ക് തന്നെ വാങ്ങിക്കാൻ പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ടാ. നിന്നെ ഞാൻ അതുപോലെ വിശ്വസിച്ചു. നീ എന്റെ കുടുംബത്തിലെ രംഗമായി പോയി. You cheated me. You are cheating me, scoundrel, all these days. ക്ഷമിക്കണം. എടാ ജേക്കബേ, ചോറ് എന്ന കൈക്ക് തന്നെ നീ കൂത്തിയില്ലേ? നിന്നെ പോലുള്ള കുറേ എണ്ണം ഉണ്ട് കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തത്. അച്ഛച്ച ഇവനെയൊന്നും ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത്. നല്ല അടി കൊടുക്കണം, നല്ല നാടൻ തല്ല്. നിന്നെ തല്ലാത്തത് ജസ്റ്റ് ബിക്കോസ് യു ആർ മൈ റിലേറ്റീവ്. അല്ലെങ്കിൽ ഇതൊന്നും അല്ല നടക്കുന്നത്. നിന്നോട് അവസാനമായിട്ടൊരു കാര്യം പറയാം. Damn it. ഇനി മേലാൽ ഈ വീടിന്റെ പരിസരത്തോ എന്റെ കൺമുന്നിലോ കണ്ടുപോരുത്. Get out. എന്തൊക്കെ നിനക്ക് തന്നു? Get out of my sight. Bloody scoundrel. മേലാലി പരിസരത്ത് കണ്ടുവരുത്. Trusted this. പീറ്റർ, വലിയൊരു ഉപകാരമാണ് നിങ്ങൾ ചെയ്തതെന്ന്. വലിയൊരു തലവേദന മാറി കിട്ടി. ഇപ്പോഴാ എനിക്ക് ആശ്വാസമായി. സത്യം പറയാലോ മിസ്റ്റർ ക്ലീറ്റസ് മത്തായി, എക്സലന്റ് ജോബ് ഡൺ. സത്യം പറയാം, ഇപ്പോഴാ എനിക്ക് ശ്വാസം വീണത്. പിന്നെ വേറൊരു കാര്യം, ഞാൻ നിങ്ങൾക്ക് എത്ര പണം ഓഫർ ചെയ്തോ അതിനേക്കാളും കൂടിയ എമൗണ്ട് ബൈ ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് ബി ക്രെഡിറ്റഡ് ഇൻ യുവർ അക്കൗണ്ട് മാൻ. ഞങ്ങളുടെ ഒരു സന്തോഷമായിട്ട് കരുതിയാൽ മതി. പിന്നെ He really deserves it. 100% that's why I'm giving him. No, പിന്നെ ക്ലീറ്റോ എല്ലാം ഒന്ന് സോൾവ് ആയ സ്ഥിതിക്ക് നമുക്ക് ഈ വീട് വെക്കുന്ന കാര്യത്തെ കുറിച്ച് ക്ലീറ്റസ് മുന്നിൽ നിന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് you should do it. ഉറപ്പായിട്ടും. ഈ വീടല്ല, ഇതുപോലെയുള്ള വീടുകളോ സ്ഥലങ്ങളോ ഇനിയും വിൽക്കാനുണ്ടെങ്കിൽ വി ഹെൽപ്പുമായിട്ട് ബന്ധപ്പെടുക. വി വിൽ ഹെൽപ്പ് യു. ചോദിക്കേണ്ട കാര്യമുണ്ടോ? Okay. ഇതിന്റെ തുടക്കം എന്നോണം നമുക്ക് ഈ വീട് തന്നെ ആദ്യം അങ്ങോട്ട് സെയിൽ ചെയ്യാം. വി നീഡ് യുവർ സപ്പോർട്ട് അഗൈൻ. Sure. മറക്കണ്ട, ബൈ ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് വിൽ ബി ക്രെഡിറ്റഡ്. അതൊന്ന് കൺഫേം ചെയ്യണം. ഓക്കെ, വിൽ മീറ്റ് Thank you so അഗൈൻ. much for all the help. Bye. See you. താങ്ക് യു. ഗുഡ് ജോബ്. എന്തു വെച്ചപ്പോ കണ്ണു പറഞ്ഞേ? അവർ ഇംഗ്ലീഷിൽ தெரியாതെ പറഞ്ഞു. അതല്ലടാ, നമ്മുടെ സേവനത്തിന് അവർ പറഞ്ഞതിനേക്കാളും തുക കൂടുതൽ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാന്ന് പറഞ്ഞപ്പോ ഉണ്ടായ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അങ്ങനെ സന്തോഷാശ്രു. അവർ ഇംഗ്ലീഷിൽ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഈ ക്ലീറ്റസ് മത്തായി ആരാണെന്ന് അവർക്ക് മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായി. നീ ഇതൊന്ന് പിടിച്ചേ, അമ്മൂമ്മ എന്തായാലും ഇച്ചിരി പണിയുണ്ട്. Can I speak to പഞ്ചായത്ത് മെമ്പർ തങ്കം? മെമ്പറേ, അതെ, മോക്കടെ കോളേജിലെ ഫീസ് ബൈ ദ എൻഡ് ഓഫ് ദ ഡേ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും കേട്ടോ. എങ്ങനെ ഏത് എന്നൊന്നും ചോദിക്കരുത്. അതാണ് ക്ലീറ്റസ് മത്തായി, 10 തലയുള്ള വി ഹെൽപ്പ് രാവണം.